وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. قال الإمام البربهاري رحمه الله: واعلم أنه لم تجي زندقة قط إلا من الهمج الرعاء أتباع كل نائق يميلون مع كل ريح فمن كان هكذا فلا دين له. قال الله عز وجل: فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم وهم علماء السوء وأصحاب الطمع. ബർബഹാരി റഹ്മഹുല്ലാഹ് ജഹ്മികളുടെ ഫിത്നകളെ സംബന്ധിച്ച്, അവർ ഈ ഉമ്മത്തിലുണ്ടാക്കിയ വലിയ ഫിത്നകളെ സംബന്ധിച്ച്, ബലാലത്തുകളെ സംബന്ധിച്ച് വിശദമായി എന്ത് ചെയ്തു സംസാരിച്ചു കഴിഞ്ഞു. ശേഷം പറയുന്നു: വഅലം അന്നഹു ലം തജി സന്ദഖത്തുൻ ഖത്തു ഇല്ലാ മിനൽ ഹമജി അർറആ. നീ അറിയുക, ഒരു സന്ദഖത്തും വന്നിട്ടില്ല ഇല്ലാ മിനൽ ഹമജി അർറആ, ഏറ്റവും തരം താഴ്ന്ന വിഡ്ഢികളായ ആളുകളിൽ നിന്നല്ലാതെ സന്ദഖത്തുകൾ വന്നിട്ടില്ല. ഹമജ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിനാണ് പറയുന്നത്. സാധാരണഗതിയിൽ കൊതുകിന്റെ കൂട്ടത്തിനാണ് ഹമജ് എന്ന് ഭാഷയിൽ അടിസ്ഥാനപരമായി പറയുക. റഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തരം താഴ്ന്ന ആളുകൾ. അങ്ങനെയുള്ള തരം താഴ്ന്ന കൂട്ടങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സന്ദഖത്തുകൾ കടന്നു വരിക. സന്ദഖത്ത് എന്ന് പറഞ്ഞാൽ നിഫാഖ് അൽ അഅ്തിഖാദി, വിശ്വാസപരമായിട്ടുള്ള നിഫാഖിനാണ് സന്ദഖത്ത് എന്ന് പറയുക. അപ്പോ അത്ബാഇ കുല്ലി നാഇഖ്, ഏതൊരു വിളിച്ചു പറയുന്ന ആള്, ഏതൊരു പ്രബോധകന്റെ കൂടെയും എന്താണ് കൂടെ കൂടികളായ ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള തരം താഴ്ന്ന ആളുകൾ. യമീലൂന മഅ കുല്ലി റിഹ്, എല്ലാ കാറ്റിന്റെ അനുസരിച്ചും എന്ത് ചെയ്യും, ഒരു കാറ്റ് ഇടത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവർ ഇടത്തോട്ട് ചായും, വലത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് ചായും. ഫമൻ കാന ഹകദ ഫലാ ദീന ലഹു, ഇങ്ങനെയുള്ള ആളുകൾക്ക് ദീൻ ഉണ്ടാവുകയില്ല. അവരാണ് ഈ സന്ദഖത്തിന്റെ ആളുകൾ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നിട്ടുണ്ട്, ആ ഹദീസിന്റെ സഹത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആശയം ശരിയാണെന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്ന ഹദീസാണ്: ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ കൂടികളാകരുത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ ആശയവുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ, അത് എത്ര ദജ്ജാലാണെങ്കിലും ഏത് കള്ളനാണെങ്കിലും സംസാരിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അയാളുടെ കൂടെ അങ്ങ് ചേരുക എന്നുള്ളത്, അങ്ങനെ കൂടികളാകാൻ പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കൂ, സാധാരണക്കാര് പലപ്പോഴും എന്താണ്, ഏത് പുതിയ ആശയം വന്നു കഴിഞ്ഞാലും, എത്ര വലിയ ദലാലത്താണെങ്കിലും, എത്ര പ്രകടമായിട്ടുള്ള കുഫറാണെങ്കിലും അതിന് കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, അല്ലേ? പുതിയ പുതിയ തരീഖത്തുകൾ വരുന്നു, പ്രകടമായിട്ടുള്ള കുഫറുകൾ അവർ പ്രചരിപ്പിക്കുന്നു. ഇനി തരീഖത്തല്ലാത്തപ്പോ ഒരു മഹദി വരാന്ന് വിചാരിക്കാം, ഞാൻ മഹദിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ മഹദിക്ക് വേണ്ട ഒരു സിഫത്തും ഇല്ലാത്ത ഏതൊരു മനുഷ്യനും നോക്കിയാൽ മനസ്സിലാകുന്ന വിഷയം ഒരു കള്ള മഹദി വരികയാണെന്ന് വിചാരിക്കുക. അയാളുടെ കൂടെ ഉണ്ടാവും ആയിരക്കണക്കിന് ആൾക്കാരെ. അതുപോലെ തന്നെ കള്ള നബി വരികയാണ്.
കള്ളപ്രവാചകൻ വരികയാണ്, അയാളുടെ കൂടെ ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെ സായുധ സംഘടനകൾ, ഖവാരിജുകളുടെ പുതിയ പുതിയ ഗ്രൂപ്പുകൾ, ഇതിനൊക്കെ ആളുകളെ കിട്ടുമെന്നുള്ളതാണ് അത്ഭുതം. ഇനി ഒരാൾ ഞാൻ തന്നെയാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു വരികയാണ്, ഞാൻ തന്നെയാണ് അനൽ ഹഖ് എന്ന് പറഞ്ഞു വരികയാണ്, അയാളുടെ കൂടെ ആൾക്കാരുണ്ടാകും. ഇങ്ങനെ എല്ലാ ദജ്ജാലുകളുടെ കൂടെയും എല്ലാ കള്ളന്മാരുടെ കൂടെയും ഇങ്ങനെയുള്ള തരം താഴ്ന്നിട്ടുള്ള കൂട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിരവധി ഹദീസുകൾ വന്നിട്ടുള്ള ആധാറുകൾ വന്നിട്ടുള്ള വിഷയമാണ് ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. അന്നാസു സലാസ, ജനങ്ങൾ 3 വിഭാഗമാണ്. ഒന്ന് ആലിമുൻ റബ്ബാനി, റബ്ബാനിയായിട്ടുള്ള ആലിമൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന, ചെറിയ ഇൽമ് ആദ്യം പഠിപ്പിച്ചു, പിന്നീട് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലുള്ള അറിവ്, അങ്ങനെ ജനങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നവരാണ് ആലിമുൻ റബ്ബാനി. രണ്ടാമത്തേത് മുതഅല്ലിമുൻ അല സബീലി നജാ, രക്ഷയുടെ മാർഗത്തിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥി, താലിബ് ഇൽം. ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അറിവ് അന്വേഷിക്കുന്ന ആള്, ഖുർആനും സുന്നത്തും ഉലമാക്കളുടെ വഴിയെ പഠിക്കുന്ന ആളുകള്. പിന്നെ മൂന്നാമത്തേത് വഹും ഹമജുൻ റഅ അത്ബഉ കുല്ലി നായഖ്, എല്ലാം വിളിച്ചു പറയുന്ന ആളുകളുടെ കൂടെയും എല്ലാ ദജ്ജാലുകളുടെ കൂടെയും പിന്തുടരുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കൂട്ടങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, തരം താഴ്ന്ന ആളുകളുടെ കൂട്ടങ്ങൾ അല്ലേ. ഇപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, ആറ്റക്കോയ തങ്ങളെ പോലുള്ള ആളുകൾ, അവരൊക്കെ എന്താണ് പല കച്ചവടം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ കച്ചവടങ്ങൾ വിസ കച്ചവടം ചെയ്ത് ടാക്സി ഓടിച്ചു നോക്കി, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവിക്കാനുള്ള മാർഗങ്ങൾ നോക്കി, അവസാനം അതൊന്നും വിജയിക്കാതിരുന്നപ്പോ പിന്നെ എന്താണ് തങ്ങളുടെ വേഷം കെട്ടി എന്ത് ചെയ്യാണ്, ആത്മീയ കച്ചവടമായിട്ട് ഇറങ്ങിയത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, അനുയായികളായിട്ടുള്ളത്. ഇങ്ങനെ എത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഒരു ജിന്ന് മഹ്ദറയുടെ ആള് വന്നു. ഇയാളും ഇതേമാതിരി പല കച്ചവടം നടത്തി ഒന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് ജിന്ന് മഹദറായിട്ട് വന്നിട്ടുള്ളത്. ജിന്നിനെ ഹാദറാക്കി ചികിത്സ നടത്തുന്ന ആളാണ്. ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരുടെ കൂടെയും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ സന്തഖത്തുകളുടെ ആളുകൾ എന്ന് പറയുന്നത്. അവരിലാണ് ഈ സന്തഖത്ത് വ്യാപകമായിട്ടുണ്ടാവുക. യമീലൂന മഅ കുല്ലി റിഹൻ ഫമൻ കാന ഹകദ ഫലാ ദീന ലഹു, അങ്ങനെയുള്ളവർക്ക് ഒരു ദീനും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. സബാത്ത് എന്ന് പറയുന്നത് അടിസ്ഥാന ഗുണമായിരിക്കണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിഷയമാണ് സബാത്ത്. അതുപോലെ തസബ്ബുത്ത് എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം. ഒരാള് പറയുന്നത് കേട്ടാൽ, ഒരാള് ക്ലാസ് എടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക എന്നുള്ളത്, അത് ഹൽ ഖാല ബിഹി അഹദും മിൻ അസ്ഹാബ, സഹാബത്തിൽ ആരെങ്കിലും സമാനമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഈ ജനാദിഖത്തിന്റെ വിഷയത്തിൽ, ഇതുപോലുള്ള തരം താഴ്ന്ന ആൾക്കൂട്ടങ്ങളാകുന്ന ജനാദിഖത്തിന്റെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം ബഗ്യൻ ബൈനഹും. അവര് എന്താണ് ഭിന്നിച്ചു പോയിട്ടുള്ളത് അറിവ് കിട്ടിയതിനു ശേഷമാണ്. ബഗ്യൻ ബൈനഹും, അവർക്കിടയിലുള്ള ബഗ്യ കാരണത്താൽ, ഹസദ് കാരണത്താലും പക കാരണത്താലും ഒക്കെ. വഹും ഉലമാഉ സ്സുഇ വഅത്മാഉ അസ്ഹാബു അത്തമഅ. അവര് ഈ പറഞ്ഞിട്ടുള്ള ആയത്തിൽ വന്നിട്ടുള്ളത് അറിവ് കിട്ടിയതിനു ശേഷം പിഴച്ചു പോയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം
അവരാരാണ്? ഉലമാ അസ്സു ആണ്, ചീത്ത ആയിട്ടുള്ള തിന്മയുടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ അസ്ഹാബു അത്തമ, ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളുള്ള ആളുകളാണ്, പണം ആഗ്രഹിക്കുന്ന, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ സൽകീർത്തി ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോ ഇൽമ് കിട്ടിയതിനു ശേഷം പഴിച്ചുപോയ ആളുകൾ അവർ പഴിക്കുന്നത് എന്താണ്? ഹവ കാരണത്താലാണ്, അതല്ലാണ്ട് എന്താണ് ജഹല് കാരണത്താലൊന്നുമല്ല എന്നുള്ളതാണ്. ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅലം അന്നഹു ലാ യസാലു الناس في عصابة من أهل الحق والسنة يهديهم الله ويهدي بهم غيرهم ويحيي بهم السنن. നീ അറിയുക, ലാ യസാലു ഫി الناس عصابة, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ടാകും, മിൻ അഹ്ലിൽ ഹഖ് വസ്സുന്ന, ഹക്കിന്റെയും സുന്നത്തിന്റെയും ആളുകളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പൊ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്തായിരിക്കും? വലാലത്തിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അധികവും. എന്നാൽ ഒരു വിഭാഗം ആളുകള് അവരെന്താണ്? സുന്നത്തിന്റെയും ഹക്കിന്റെയും ആളുകളായിട്ട് അടിയുറച്ചു നിൽക്കും. അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും, അവർ മുഖേന മറ്റുള്ളവർക്കും അള്ളാഹു ഹിദായത്ത് നൽകും. വയുഹ്യി ബിഹിം അസ്സുനൻ, അവർ മുഖേന അള്ളാഹു സുന്നത്തുകൾ എന്തെയും ജീവിപ്പിക്കും എന്നുള്ളതാണ്. അതാണ് ഹദീസിൽ വന്നത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ആരെങ്കിലും ഇസ്ലാമിലെ ഒരു സുന്നത്ത് ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഫലഹു അജ്റുഹു, അയാൾക്ക് അതിന്റെ അജ്റുണ്ട്. അതുപോലെ തന്നെ വ അജ്റു മൻ തബിഅഹു, അവന് പിൻപറ്റിയവരുടെയും അജ്റുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പ്രാധാന്യമുള്ള പ്രതിഫലമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾ പിഴവിലായിരിക്കുന്ന, വലാലത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഹക്കിന്റെയും സുന്നത്തിന്റെയും ആളായി നിലകൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്. ഫഹുമുല്ലദീന വസഫഹുമുല്ലാഹു തആല മഅ ഖില്ലതിഹിം ഇൻദൽ ഇഖ്തിലാഫ്, അവർ വളരെ കുറച്ചായിരിക്കും, എന്നിരിക്കെ തന്നെ അള്ളാഹു അവരെ ഇഖ്തിലാഫിന്റെ ഭിന്നതയുടെ സമയത്ത് അള്ളാഹു അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞു, വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാതു ബഗ്യൻ ബൈനഹും. അഥവാ അറിവുള്ള ആളുകൾ പഴച്ചു പോകുന്നത്, അറിവ് കിട്ടിയതിനു ശേഷം പഴച്ചു പോകുന്നത് എന്താണ്? തമ്മിലുള്ള ഈ ബഗ്യ് കാരണത്താൽ, പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണത്താലാണ്. പരസ്പരമുള്ള അസൂയ, പരസ്പരമുള്ള പക കാരണത്താലും ഒക്കെ, അതിക്രമം കാരണത്താൽ. എന്നാൽ ഈ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അസാബത്തിനെ, ഈ ചുരുങ്ങിയ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമല്ല, ഹക്കിന്റെയും സുന്നത്തിന്റെ ആളുകളെ അവരിൽ നിന്ന് ഒഴിച്ചു നിർത്തി പറഞ്ഞു. ഫസ്തസ്നാഹും, അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഫഖാല ഫഹദല്ലാഹു അല്ലദീന ആമനൂ ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ് ബിഇദ്നി, മുഅ്മിനീങ്ങൾക്ക്, ആ ചുരുങ്ങിയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിലേക്ക് ഹിദായത്ത് നൽകും, മറ്റുള്ളവർ ഭിന്നിച്ചു പോയിട്ടുള്ള കാര്യത്തിൽ. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകുമെന്ന്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇഖ്തിലാഫ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഖിലാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് തരം, ഇഖ്തിലാഫ് ഒക്കെ ഒരേ അർത്ഥത്തിലാണ്, രണ്ട് തരത്തിലുണ്ട്. ഒന്നാമതായിട്ട് എന്താണ്? ഒരു ഭിന്നത എന്ന് പറയുന്നത് രണ്ട് പക്ഷത്തുള്ള ആളുകളും പിഴവിലായിരിക്കുന്ന ഭിന്നതകളുണ്ട്, അല്ലേ? അങ്ങനത്തെ എത്ര ബിദഅത്തുകളുണ്ട്. ഉദാഹരണമായിട്ട് മുഅ്തസിലികളും അതുപോലെ തന്നെ ജഹ്മികളും തമ്മിൽ ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രണ്ട് കൂട്ടരും എന്താണ്? വലാലത്തിലാണ്. അശ്അരികളും മുഅ്തസിലികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ട് കൂട്ടരും എന്താണ്? വലാലത്തിലാണ്. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേരും എന്താണ്? വഴികേടിലായിരിക്കുന്ന തരത്തിലുള്ള
ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അതുപോലെ തന്നെ നിശിതമായിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താക്കീത് ചെയ്തിട്ടുണ്ട്. പിന്നീട് മറ്റൊരു തരത്തിലുള്ള എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താണ്? ഒരു ഭാഗത്ത് സത്യമുണ്ട്, മറ്റൊരു ഭാഗത്ത് എന്താണ്? അസത്യമാണുള്ളത്. ഉദാഹരണമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അശ്അരികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അശ്അരികളോട് ഭിന്നിക്കുന്നു, സൂഫികളോട് ഭിന്നിക്കുന്നു, അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാരോട് ഭിന്നിക്കുന്നു, ഖവാരിജുകളോട് ഭിന്നിക്കുന്നു. ഈ ഭിന്നത ഹക്കിന്റെ ആളുകൾ വലാലത്തിന്റെയും ബാത്തിലിന്റെയും ആളുകളോട് ഭിന്നിക്കുന്നത് ഒരിക്കലും എന്തായിട്ടുള്ളതല്ല, നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഭിന്നതയല്ല, മറിച്ച് പ്രോത്സാഹിക്കപ്പെട്ടിട്ടുള്ള ഭിന്നതയാണ്. അപ്പോ നമ്മൾ ആ തരത്തിൽ ഭിന്നിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സലഫികളായ ആളുകള്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകള് അശ്അരികളോട് ഭിന്നിക്കുന്ന സമയത്ത്, അതിന് നമ്മൾ എന്ത് ചെയ്യും? തെളിവ് നിരത്തുന്ന സമയത്ത്, അവർക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും എന്ത്? ഇവർ ഭിന്നതന്റെ ആളുകളാണ്, ഇവരെന്താണ്? സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഭിന്നതക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുകയും ചെയ്യും. യഥാർത്ഥത്തില് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ രണ്ട് തരത്തിലുള്ള ഭിന്നതകൾ തമ്മിൽ കൂട്ടിക്കുഴക്കലാണ് എല്ലാവിധ എന്തുണ്ടാകുന്ന ദലാലത്തുകൾ ഉണ്ടാകുന്നത്. അപ്പോ ശേഷം പറഞ്ഞു, وقال رسول الله صلى الله عليه وسلم لا تزال عصابة من أمتي ظاهرين على الحق لا يضرهم من خذلهم حتى يأتي أمر الله وهم ظاهرون. ഈ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം, ഒരു ചെറിയ ഒരു വിഭാഗം ഹക്കിന്റെ മേൽ വിജയികളായി കൊണ്ട് നിലകൊള്ളും എക്കാലവും. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിച്ചവർ അവർക്ക് യാതൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ. വഹും ളാഹിറൂൻ, ഹക്കിന്റെ മേൽ വിജയികളായി അവർ നിലകൊള്ളും എന്നുള്ളതാണ്. നസ്അലുല്ലാഹ തബാറക വ തആല അൻ യജഅലന മിൻഹും. അപ്പോ നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം അങ്ങനെ ഉണ്ടാവും, ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നുകൊണ്ട്, സുന്നത്തിന്റെ മേൽ അടിയുറച്ചു നിന്നുകൊണ്ട്. മറ്റൊരു ചില റിവായത്തിൽ കാണാൻ കഴിയും, ലാ യദുറുഹും മൻ ഖാലഫഹും, അവരോട് വിയോജിക്കുന്നവർ, അവരോട് എതിരിടുന്ന ആളുകൾക്ക് ഒരു ഭിന്നത ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. വലമൻ ഖദലഹും, അതുപോലെ തന്നെ അവരെ വഞ്ചിക്കുന്നത്, വഞ്ചിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ സഹായിക്കാതെ മൗനം പാലിക്കുന്ന ആളുകളാണ് വഞ്ചിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു അസാബ എന്ന് പറയുന്നത്. ഈ ഒരു ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഈ വിഭാഗം, ആ വിഭാഗത്തിന് ഒരു നിർണിതമായിട്ടുള്ള ഒരു എന്താണ് ഒരു രൂപം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. അത് നിർണയമായ ഒരു സംഘടനാ രൂപം അതിനുണ്ടായിക്കൊള്ളുന്നില്ല. ചരിത്രത്തിലുടനീളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിനെന്തുണ്ടായിട്ടില്ല, അവർക്കൊരു സംവിധാനവും അതുപോലെ തന്നെ നേതാവും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്താണ് അതിന്റെ കീഴിൽ വളരെ കൃത്യമായിട്ടുള്ള അംഗങ്ങളായി നിൽക്കുക എന്നുള്ള രീതിയിലല്ല. മറിച്ച് ഉദാഹരണമായിട്ട് നമ്മൾ സലഫുകളുടെ ഗ്രന്ഥങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കാൻ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അഖീദയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മുൻഗാമികളുടെ കാലത്ത് തന്നെ. അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളതാണ് നമ്മളെ വലിയൊരു നിയത്തായിട്ടുള്ളത്. അപ്പോ ആ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഓരോ ഗ്രന്ഥങ്ങളും തമ്മിൽ എന്തുണ്ട്? സാമ്യത ഉണ്ട്. ഉദാഹരണമായിട്ട് ബർബഹാരിയുടെ ശർഹുസുന്ന, ഇമാം അതുപോലെ തന്നെ ഖല്ലാലിന്റെ അസ്സുന്ന നമ്മൾ എടുത്തു നോക്കുക. ഇബ്നു ബത്താൽ അക്ബരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അലിബാൻ അസ്സുഗറ വലിബാൻ അൽകുബ്ര, ലാലക്കായിയുടെ ശർഹ് ഉസൂൽ ഇഅ്തിഖാദി അഹ്ലുസുന്ന വൽ ജമാഅ, അതുപോലെ ശർഹുസുന്ന മുസനി, ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ എല്ലാം എന്തുണ്ട്? പരസ്പരം സാമ്യതകൾ കാണാൻ സാധിക്കും. ചിലപ്പം ഒരേ വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരേ സദസ്സിൽ ഇരുന്നു കൊണ്ട് പരസ്പരം ചർച്ച ചെയ്ത് എഴുതിയതുപോലെ നമുക്ക് തോന്നും. പക്ഷേ ഇവർ പലരും എന്ത് ചെയ്തിട്ടില്ല, തമ്മിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരേ നാട്ടിലുള്ള ആളുകളായിരിക്കും, പക്ഷെ പരസ്പരം കണ്ടിട്ടില്ലാത്തവരാണ്. അപ്പോ ഈ അസാബ എന്ന് പറയുന്നത് അതിനൊരു നിർണിതമായിട്ടുള്ള
ഒരു സംഘടനാ രൂപങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശേഷം ബർബഹാൻ റഹ്മത്തുള്ളാഹി പറയുന്നു, വഅലം റഹിമക്കല്ലാഹ് അന്നൽ ഇൽം ലൈസ ബികഥറത്തി റിവായ വൽ കുതുബ്. ഇൽമ് എന്ന് പറയുന്നത് ധാരാളം റിവായത്തുകൾ ഉണ്ടാവുക, ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കുക എന്നുള്ളതല്ല എന്ത് ഇൽമ് എന്ന് പറയുന്നത്. വൽ കുതുബ്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുക എന്നുള്ളതിലുമല്ല എന്തുള്ളത് ഇൽമിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. അപ്പോ വഇന്നമൽ ആലിം മൻ ഇത്തബഅൽ ഇൽമ വസ്സുനൻ, ഇൽമിനെയും സുന്നത്തിനെയും പിൻപറ്റുക എന്നുള്ളതാണ് യഥാർത്ഥ ആലിം എന്ന് പറയുന്നത്. കുറെ നോളജ് ഉണ്ടാവുക, കുറെ എന്താണ് മാലൂമാത്തുകൾ, അറിവ് ഉണ്ടാവുക എന്നുള്ളതല്ല ഒരു ആലിമാവുക എന്നുള്ളതിന്റെ മാനദണ്ഡം. മറിച്ച് ഹക്കിനെ പിൻപറ്റുക എന്നുള്ളതിലാണ് എന്തുള്ളത് യഥാർത്ഥ ഇൽമുള്ളത്. വഇൻ കാന ഖലീലൽ ഇൽമി വൽ കുതുബ്, അറിവ് കുറവാണെങ്കിലും ഗ്രന്ഥങ്ങൾ കുറവാണെങ്കിലും ഹക്കിനെ പിൻപറ്റുക, അറിവിനെ പിൻപറ്റുന്നതാണ് യഥാർത്ഥ ആലിം. വമൻ ഖാലഫൽ കിതാബ വസ്സുന്ന, ഖുർആനിനെയും സുന്നത്തിനെയും ഒരാളിൽ എതിരായിക്കൊണ്ട് ഫഹുവ സാഹിബു ബിദ്അ, ബിദ്അത്തുകാരനായിരിക്കെ വഇൻ കാന കസീറൽ ഇൽമി വൽ കുതുബ്, അയാള് എത്ര ഇൽമുള്ള ആളാണെങ്കിലും എത്ര ഗ്രന്ഥങ്ങളുള്ള ആളാണെങ്കിലും അയാൾ എന്താണ്, അയാള് ആലിമല്ല, മറിച്ച് എന്താണ് ഖലീലുൽ ഇൽമാണ്. അപ്പോ ആലിമാവുക എന്നുള്ളതിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ യഥാർത്ഥ ഇൽമ് എന്ന് പറയുന്നത് ഒരുപാട് എന്താണ് മാലൂമാത്തുകളല്ല, ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിക്കലല്ല, മറിച്ച് ആ കുറച്ച് അറിവാണെങ്കിലും അതിനെ എന്താണ് കൃത്യമായി പ്രാവർത്തികമാക്കുക, അതിലെന്ത് ചെയ്യുക, അതിനെ പിൻപറ്റുക എന്നുള്ളതിലാണ് മാനദണ്ഡം കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ ഇഖ്തിസാദു ഫി സുന്നതി ഖൈറു മിനൽ ഇജ്തിഹാദി ഫി അൽ ബിദ്അ. ബിദ്അത്തില് അങ്ങേയറ്റം പരിശ്രമിക്കുന്നതിനേക്കാളും ഖൈറാണ് സുന്നത്തിൽ എന്തെങ്കിലും പരിമിതമായി നിൽക്കുന്നത്. ബിദ്അത്ത് ഉണ്ടായിരിക്കെ ഒരുപാട് ഇൽമുണ്ടായിട്ടും കാര്യമില്ല, എന്നാൽ സുന്നത്തിലായിരിക്കെ കുറച്ച് ഇൽമാണെങ്കിലും അത് വലിയ കാര്യമാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് എന്താണ് ഹദീസുകൾ ഹിഫ്ള് ചെയ്ത ആളാവുക എന്നുള്ളതൊന്നുമല്ല ഇൽമിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇപ്പൊ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി എടുത്തു നോക്കാം, അദ്ദേഹം ഇമാമുദ്ദുനിയാണ് അല്ലെ, ആ കാലഘട്ടത്തിലെ റഈസുൽ ഹനാബില, ഹംബലികളുടെ റഈസാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ് അബുൽ ഹസൻ അശ്അരി പോലും എന്താണ് തൗബ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരെടുത്താണ്, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് ആകെ അറിയപ്പെട്ടത് ഒരേ ഒരു ഗ്രന്ഥമാണ് എന്ത്, ഈ ശർഹ് സുന്നയാണ് അറിയപ്പെട്ടുള്ളത് അല്ലേ. എന്നാൽ അദ്ദേഹം അതിന്റെ പേരിൽ എന്താണ്, അദ്ദേഹം ചെറിയ ആലിമാണെന്നാണോ അത് ഉദ്ദേശിക്കുന്നത്? പിൽക്കാലക്കാരെ എത്ര ആളുകളുണ്ട്, നൂറുകണക്കിന് 200 കണക്കിന് എന്താണ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, കിതാബുകൾ എഴുതിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോ ഇൽമിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത്തിബാ ആണ് ഏറ്റവും വലിയ അതിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല സലഫുകളും ലൈസൽ ഇൽം ബികഥറത്തി റിവായ വലാകിന്നൽ ഇൽം ഖശ്യത്തുല്ലാഹ്, ഇൽമ് എന്ന് പറയുന്നത് ഒരുപാട് റിവായത്തുകളല്ല, ഒരുപാട് ഹദീസ് ഹിഫ്ള് ചെയ്യലും ഉദ്ധരിക്കലുമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടലാണ് യഥാർത്ഥ ഇൽമ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും സലഫുകളുടെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദിന്റെ ഒക്കെ കാലത്ത് ഇമാം അഹ്മദിന്റെ അതേ തബക്കയിലുള്ള ആളാണ് ഹസൻ ബിൻ സാലിഹ് ബിൻ ഹൈ എന്ന് പറയുന്ന ആള്. അയാൾ വലിയ ഹാഫിളാണ്, ഹദീസുകള് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ആളാണ്. അതുപോലെ തന്നെ ഇലലുകളെ സംബന്ധിച്ച് അറിവുള്ള ആളാണ്, പല വിഷയത്തിലും ആലിമാണ്. പക്ഷേ അയാള് ഭരണാധികാരികൾക്കെതിരില് എന്താണ് വാള് കൊണ്ടുള്ള ഖുറൂജ് അനുവദനീയമാണ് എന്നുള്ളത് അഭിപ്രായക്കാരനായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഉലമാക്കൾ അയാളെ ജർഹ് ചെയ്തു. പിന്നീട് ആരും അയാളിൽ നിന്ന് അയാളെ എടുക്കാറുണ്ടായിരുന്നില്ല, അയാളെ ഇൽമിനെ പരിഗണിക്കാറേ ഉണ്ടായിരുന്നില്ല, അയാളുടെ ആലിമായിട്ട് തന്നെ ആരും കാണാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് അബൂ സൗർ, ദാവൂദ് അൽ അസ്ബഹാനി, ഇങ്ങനെയുള്ളവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു, സ്വന്തമായി മദ്ഹബുള്ള ആളുകളായിരുന്നു. പക്ഷേ ബിദ്അത്ത് വന്നതിന്റെ പേരിൽ ആരും എടുക്കാതിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഇമാം
ബുഖാരി റഹ്മഹുള്ള, ആരാണ് ഇമാം ബുഖാരി? അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഇമാമുദ് ദുനിയ അൽ ജബൽ. അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടുകൊണ്ട് ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹം ഒറ്റപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. പിന്നീട് അത് അദ്ദേഹത്തിന് തനിക്ക് ആ വാദമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്തുള്ളത്? ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇമാം തബരി റഹ്മഹുള്ള, അദ്ദേഹത്തെ കുറിച്ചും ഇതേ വാദം ആരോപിക്കപ്പെട്ടു. അദ്ദേഹം വളരെയധികം അത് നിഷേധിച്ചു. അതുപോലെ തന്നെ അത് തന്റെ മേൽ ആരോപിക്കുന്നവർക്കെതിരിൽ അദ്ദേഹം ലഅനത്ത് ചെയ്തു. അതിന് സ്ഥാപിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ സ്ഥാപിച്ചുകൊണ്ട് സരീഹ് അസ്സുന്ന എന്ന പേരിൽ ഇമാം റഈസുൽ മുഫസ്സിരീൻ അബു ജഅഫർ അത്തബരി ഒരു ഗ്രന്ഥം തന്നെ എഴുതി എന്നുള്ളതാണ്. അപ്പോ ഇൽമ് കുറെ ഉണ്ടാവുക എന്നുള്ളതിലല്ല, ഉള്ള ഇൽമ് എന്ത് ചെയ്യണം? അത് പെർഫെക്റ്റ് ആവുക, അതിൽ ഇത്തിബാ ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത്? റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സലഫുകളുടെ കാലത്ത് പറയാറുണ്ടായിരുന്നു, ഉദാഹരണമായിട്ട് വളരെ കുറച്ച് ഹദീസുകൾ മാത്രം നിവേദനം ചെയ്തിട്ടുള്ള റാവിമാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരെ കുറിച്ച് പണ്ഡിതന്മാര് സിഖത്തുൻ സബ്ത് എന്നതുപോലുള്ള ഏറ്റവും ഉയർന്ന വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ടാകും. പക്ഷെ ചില റാവിമാരുണ്ടാകും, ധാരാളം ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവരായിരിക്കും ദഈഫായിട്ടുള്ള ആളുകൾ, ദുർബലരായിട്ടുള്ള ആളുകൾ, ആരും എടുക്കാത്ത തൊടാത്ത ആളുകൾ ഉണ്ടാകും. ധാരാളം വാഖദിയെ പോലുള്ള റാവിമാര്. അപ്പോ ഇൽമിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതെന്താണ്? മുവാഫഖത്തു സുന്ന, സുന്നത്തിനോട് യോജിക്കുക, ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ശേഷം പറഞ്ഞു, വഅലം റഹിമക്കല്ലാഹ് അന്ന മൻ ഖാല ഫീ ദീനില്ലാഹി ബിറഅയിഹി വഖിയാസിഹി വതഅവീലിഹി മിൻ ഗൈരി ഹുജ്ജ മിന സുന്നത്തി വൽ ജമാഅ ഫഖദ് ഖാല അലല്ലാഹി മാ ലാ യഅലം. അറിയുക, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അന്ന മൻ ഖാല ഫീ ദീനില്ലാഹി ബിറഅയിഹി, സ്വന്തം യുക്തി കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾ സംസാരിക്കുകയാണ്. അതുപോലെ ഖിയാസ് കൊണ്ട്, ഖിയാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ അളവുകോൽ കൊണ്ട് സംസാരിക്കുകയാണ്. വതഅവീലിഹി, വ്യാഖ്യാനങ്ങൾ കൊണ്ട്, മിൻ ഗൈരി ഹുജ്ജത്തി മിനസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളില്ലാതെ യുക്തി കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധിയുടെ അളവുകോലുകൾ കൊണ്ടും വ്യാഖ്യാനങ്ങൾ കൊണ്ടും ഒരാൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കുകയാണെങ്കിൽ ഫഖദ് ഖാല അലല്ലാഹി മാ ലാ യഅലം, അള്ളാഹുവിന്റെ മേല് അറിവില്ലാത്തത് സംസാരിച്ചു അവൻ എന്നുള്ളതാണ്. വമൻ ഖാല അലല്ലാഹി മാ ലാ യഅലം ഫഹുവ മിനൽ മുതകല്ലിഫീൻ, അള്ളാഹുവിന്റെ മേൽ അറിവില്ലാതെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ മുതകല്ലിഫുകളിൽപ്പെട്ടുള്ള ആളാണ്. മുതകല്ലിഫ് എന്ന് പറഞ്ഞാൽ ദീനിൽ പ്രമാണമില്ലാതെ സംസാരിക്കുക, അതിന്റെ ഒരു തന്റെ ഇടം കാണിക്കുക, അള്ളാഹിന്റെ മേൽ കളവ് പറയാനും അറിവില്ലാതെ പറയാനുള്ള തന്റെ ഇടം കാണിക്കുന്നവനാണ് അള്ളാഹുവിന്റെ മേൽ അറിവില്ലാതെ സംസാരിക്കുന്നവൻ എന്നുള്ളതാണ്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ദഹറ മിൻഹാ വമാ ബത്തൻ. അള്ളാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, എന്റെ റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന കാര്യങ്ങൾ എനിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഫവാഹിഷുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ദുൽമ് പറഞ്ഞു, ബഗി പറഞ്ഞു, വഅൻ തുശ്രികു ബില്ലാഹി, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഹറാമായിട്ടുള്ളത്. അപ്പോ ഏറ്റവും ചെറുതിൽ നിന്ന് അതിന്റെ വലുത് ഷിർക്കിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ മേൽ അറിവില്ലാതെ സംസാരിക്കുന്നു. ഷിർക്ക് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ ഇനങ്ങളിൽ തന്നെ ഏറ്റവും കൂടിയ ഷിർക്കാണെന്ത്? അള്ളാഹുവിന്റെ മേൽ അറിവില്ലാതെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിസ് അദ്ദേഹത്തിന്റെ അലാമുൽ മുഖ്തഈലും അതുപോലെ മിഫ്താഹ് ദാരിസ് സആദ എന്നുപോലെ ഗ്രന്ഥങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇൽമുൽ കലാമിന്റെ ആളുകളിലാണ് എന്നുള്ളതും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്,
മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി ഫഅസാബ ഫഖദ് അഖ്ത. ഒരാൾ പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിച്ചിട്ട് ശരിയായാൽ പോലും അവൻ ചെയ്തത് തെറ്റാണ് എന്നർത്ഥം. ബൈ ചാൻസ് ശരിയായി വിചാരിക്കാം, എന്നാലും അവൻ ചെയ്തത് ഏറ്റവും വലിയ ഹറാമാണ് എന്നുള്ളതാണ്. കാരണം ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തതിനെ നീ എന്ത് ചെയ്ത് പിന്തുടരുക എന്നുള്ളതാണ്. അപ്പോ അറിവില്ലാതെ പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുക ഏറ്റവും വലിയ ഗുരുതരമായ വിഷയമാണ്. ഇവന് ഒരാൾ പറയണത് അയാള് ഇജ്തിഹാദ് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റാണ്. കാരണം എന്താണ്? ഇബ്നു അബീ സഈദ് അൽ ഖൈറവാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ലിഅന്നൽ ഹറൂരി ഇജ്തഹദത്, ഹറൂറികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇജ്തിഹാദ് ചെയ്തിട്ട് ഒരേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഖവാരിജികളും എല്ലാവരും ഖദരികളുടെ അഭിപ്രായം എന്താണ്? ഒരു ആയത്തുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അവര് ആലോചിച്ചുണ്ടാക്കിയതാണ്. അവരും എന്താണ് അതിൽ ചിന്തിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ ഇജ്തിഹാദ് ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ അതിന് ഗവേഷണം നടത്തി എന്നതിന്റെ പേരിൽ മാത്രം അതെന്ത് ചെയ്യില്ല, ശരിയാവുകയില്ല. പ്രമാണമില്ലാതെ വ്യക്തമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള എന്താണ്, തെറ്റാണ് എന്നുള്ളത്. അത് ശിർക്കിന്റെ കൂട്ടത്തിൽ തന്നെ പെടുന്ന ഗുരുതരമായിട്ടുള്ള ശിർക്കായി തീരുമാനമാകും. هذا والله أعلم. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.